ദിവ്യ ബ്രിൻഡോ. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ ഫാഷൻ മേക്കപ്പ് ഇതിനെ പറ്റിയൊക്കെയല്ലേ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ ഇരിക്കുന്ന ആളെ കണ്ടോ, ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ സംസാര വിഷയം. അപ്പോൾ ഇതൊരു ടോയ് കാറാണ്. ഇതിന് ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയോളം വില വരും. ഞെട്ടിയല്ലേ എല്ലാവരും. അപ്പം ഇതെൻ്റെ ഹസ്ബൻഡ് വാങ്ങിയതാട്ടോ. ഇതൊന്നും എൻ്റെ കളക്ഷൻ അല്ല. പുള്ളിക്ക് ഇതിനോടൊരു പ്രത്യേക ക്രൈസാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇത് കാര്യമാക്കിയില്ല. ചെറിയ ഇതിന് റിമോട്ടൊക്കെ ഉണ്ട് കേട്ടോ. റിമോട്ട് വെച്ചാണ് ഇത് കൺട്രോൾ ചെയ്യുന്നതൊക്കെ. അപ്പോൾ നോർമലി ഒരു വണ്ടിക്ക് ഗിയർ ഉള്ളതുപോലെ തന്നെ ഇതിനും ഗിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതേ സസ്പെൻഷനും എന്തൊക്കെയോ പേരുകളൊക്കെ പറയുന്നതേക്കാം. ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയാം. ഞാൻ ജസ്റ്റ് ഓടിക്കും എന്നല്ലാതെ. അപ്പോൾ എന്താണെങ്കിലും പുള്ളിക്ക് ഇതിനോട് ഭയങ്കര ക്രേസാണ് കേട്ടോ. കുറേ വണ്ടികൾ ഇങ്ങനെ ചെറിയ വണ്ടികൾ 10, 500, 1000, 2000 അങ്ങനെ പല റേഞ്ചിലുള്ള റിമോട്ട് കൺട്രോളിൽ ഓടിക്കാൻ പറ്റുന്ന വണ്ടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നൊന്നും എനിക്കിതൊന്നും ഓടിക്കാനോ ഒന്നും തോന്നിയിട്ടില്ല. അതിനുശേഷം എന്നോ ഒരു ദിവസം ഇങ്ങനെ എറണാകുളത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇതിൻ്റെ കുറേ കളക്ഷൻസും ഇത് ഓടിക്കാനും ഒക്കെ എനിക്ക് പറ്റി. അപ്പോഴാണ് ഇതൊരു സംഭവമാണല്ലോ എന്ന് എനിക്കും തോന്നിയത്. അപ്പോൾ ഞാനും എന്താണേലും സപ്പോർട്ട് ചെയ്തിട്ടോ ഇത് ഒരെണ്ണം വാങ്ങാനായിട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പയ്യെ ഞാനും ഇത് ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ ഇത് ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരുവിധം വണ്ടികളൊക്കെ ഓടിക്കാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. വണ്ടി എങ്ങനെ തിരിക്കും, ടയർ എങ്ങോട്ട് തിരിയും എന്നതിനെ പറ്റിയൊക്കെ ഉള്ള ഒരു ബേസിക് ഐഡിയ ഇതിൽ നിന്ന് കിട്ടും. ആ കാര്യം ഷുവറാണ്. ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, വണ്ടിയെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്തവർക്ക്, ഫസ്റ്റിലെ വണ്ടിയിൽ ചെന്ന് ഓടിച്ചില്ലെങ്കിൽ ഇത് ഓടിച്ച ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇത്രയും രൂപ മുടക്കി ഇത് വാങ്ങണമെന്നൊന്നുമില്ല. ഇതിൻ്റെ ചെറിയ ഫോമിലുള്ള ചെറിയ കാറുകളൊക്കെ കിട്ടും. 500, 1000 രൂപയ്ക്കൊക്കെ കിട്ടും. അതൊരെണ്ണം മേടിച്ച് ഓടിക്കുവാണെങ്കിൽ ത്രില്ലിംഗ് ആണ് കേട്ടോ. വൈകിട്ടൊക്കെ നിങ്ങൾക്ക് ഫ്രീ ടൈം ഒക്കെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. ഇപ്പോഴാണെങ്കിൽ ഞാൻ എൻ്റെ ക്യൂട്ടി അഴിച്ചു വിട്ടിട്ടുണ്ടത് ഈ വണ്ടി ഓടിക്കാൻ പോകണം. ക്യൂട്ടിക്ക് ഈ വണ്ടി കാണുമ്പോൾ തന്നെ പേടിയായിരുന്നു കേട്ടോ. ഇപ്പം ക്യൂട്ടി അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആയി. സ്റ്റിൽ ഈ വണ്ടി കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ ഇത് ഓടിച്ച് നോക്കാനും ഒക്കെ. അപ്പോൾ ഇത് കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് അന്നത്തെ രാത്രി എന്നോട് പറഞ്ഞു എനിക്കിത് ഓടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ പറഞ്ഞു നാളെ ആവട്ടെ, നാളെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ച് തരാം. ഇന്ന് എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, ഉറങ്ങാൻ പോകണമെന്ന് പറഞ്ഞ് പോയി കിടന്നു കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ പോയി കിടന്ന് ഉറങ്ങിയപ്പോഴും എനിക്കൊരു മനസ്സമാധാനം ഇല്ല. ഇത് എങ്ങനെയെങ്കിലും ഓടിച്ചേ പറ്റൂ. അപ്പോൾ ഇതിൻ്റെ കുറേ വീഡിയോസൊക്കെ എടുത്ത് ഞാൻ യൂട്യൂബിൽ കണ്ടു. പക്ഷേ ഇതെങ്ങനെയാണ് ഓണാക്കുന്നതെന്ന് മാത്രം അവർ പറഞ്ഞു തന്നില്ല കേട്ടോ. ഞാൻ എന്നിട്ട് കുറേ സ്ഥലത്തൊക്കെ പിടിച്ച് ഒരു അരമണിക്കൂർ കുത്തിയിരുന്നിട്ടാണ് ഇത് ഓണാക്കാൻ പറ്റിയത്. എന്നിട്ട് ഞാൻ ഓടിച്ച് ചെറിയൊരു കംപ്ലൈൻ്റ് ഒക്കെ വരുത്തി വെച്ചിട്ടാണോ പിന്നെ ഇത് കൊണ്ടുവച്ചത്. വണ്ടിയാണ് ചില്ലറ പുള്ളിയല്ല കേട്ടോ. ഇതിന് 2 ഗിയർ ഉണ്ട്. അതുപോലെ ടയറൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ്. ഇത് എസ്പെഷ്യലി ഓഫ് റോഡ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് തന്നെ പ്രത്യേകം മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെങ്കിൽ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ റിമോട്ടായിട്ടൊന്നും തോന്നൂല. എന്നാലും ഇതാണ് കേട്ടോ റിമോട്ട്. അപ്പോൾ ഇത് ഓണാക്കാൻ കുറച്ച് കോംപ്ലിക്കേഷൻ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ടൈം. പക്ഷേ ഇത് വളരെ സിമ്പിളാണ്. അത് ഇവിടെ ഉണ്ട് ഒരു സ്വിച്ച്. ഇത് ഓണാക്കുക. പിന്നെ ഈ വണ്ടിയുടെ ഈ സൈഡിൽ ഒരു കുഞ്ഞിങ്ങ സ്വിച്ച് ഉണ്ട്. അവിടെ പോയി അത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഓണാക്കി ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് ഇതാണ്. അതുപോലെ തന്നെ ആക്സിലേറ്റർ ഇവിടെ പ്രസ് ചെയ്ത ആക്സിലേറ്റർ ആണ്. ഇത് ബ്രേക്കാണ്. അതോടൊപ്പം റിവേഴ്സും ആണ്. ഒന്ന് പ്രസ് ചെയ്ത ബ്രേക്ക്, ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സാണ്. പിന്നെ ഇതാണ് ഗിയർ സ്വിച്ച്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ. ഇനി നമുക്ക് വണ്ടിയിലേക്ക് പോവാം. വണ്ടി ആണെങ്കിലുണ്ടല്ലോ നല്ല ഹെവിയാണ് സംഭവം. ഇതുണ്ട്, നല്ല വെയിറ്റ് ആണ്. നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഞണ്ട് പോലെ ഉണ്ടല്ലേ. കണ്ടോ? ആക്സിലേറ്റർ എടുത്ത് നോക്കാം. എന്നെ പവറാണെന്ന് അറിയാം. ഇതെങ്ങാനും കാലേ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ കാലം ഒടിഞ്ഞു പോകുന്നതാണ്. ഇത്രയും പവറാണ്. ഇനി നമുക്ക് ഇവനെ എന്താണേലും ഒന്ന് മുറ്റത്ത് ഓടിച്ച് നോക്കാം. നമുക്ക് പയ്യെ ഇവനെ ഒന്ന് ഇറക്കാം കേട്ടോ. നടയൊക്കെ ഇറങ്ങുന്ന നോക്കണം. ചാടിയാണ് പോണേ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വണ്ടിയോട് അല്പം ഇഷ്ടം കൂടുതലുള്ള ലേഡീസ് എന്താണേലും ഇതൊന്ന് ട്രൈ ചെയ്യണം. എനിവേ ലൈസൻസ് എടുക്കാൻ പോകുന്ന എല്ലാവർക്കും ഇതൊരു യൂസ്ഫുൾ പ്രോഡക്റ്റ് ആയിരിക്കും. ഇത്രയും വലുത് മേടിച്ചില്ലെങ്കിൽ ഇതിന് ചെറുത് മേടിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി കാണുന്നവരെ ബൈ ബൈ.